വീര ധീര സൂര നമ്മുടെ വിക്രമിൻ്റെ പടം റിലീസായിട്ടുണ്ട്. എമ്പുരാൻ്റെ ഒപ്പം റിലീസ് ചെയ്യാൻ വെച്ചതാണ് നമ്മുടെ കേരളത്തിൽ. പക്ഷേ എന്തോ ലൈസൻസിൻ്റെ അങ്ങനെ എന്തോ ഒരു പ്രശ്നം കാരണം 27-ാം തീയതി റിലീസായിട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് റിലീസായിരിക്കുന്നത്. ഇത് എമ്പുരാൻ്റെ കൂടെ ക്ലാഷ് രീതിയിലാണ് ഈ പടം റിലീസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നത്. ഇത്രയും വലിയൊരു പടത്തിൻ്റെ കൂടെ ഈ പടം റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പടം അത്ര മോശമാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കണം. പിന്നെ മെയിനായിട്ട് വിക്രം എന്ന് പറയുന്ന നടൻ്റെ ഒരു ലെവലൊന്നും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ആൾ ചെയ്തിട്ടുള്ള പടങ്ങളെ കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. ആൾ ചെയ്യുന്ന ക്യാരക്ടറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. വിക്രമിൻ്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ധൈര്യത്തിൽ പോയി കാണാൻ പറ്റുന്ന സിനിമകളാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമ. 2 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നൈസ് പടം, എനിക്കിഷ്ടമായി. കാരണം പീക്ക് ലെവലാണ് മേക്കിംഗ് സൈഡ്, എഡിറ്റിംഗ് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും ഡയറക്ഷൻ ആയാലും. മെയിനായിട്ട് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത് പറയണം. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 2 പടം ഞാൻ പറഞ്ഞുതരാം. ഒരെണ്ണം സേതുപതി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. പിന്നെ ചിത്തനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചിത്തൊക്കെ വേറെ ലെവല് പടമാണ്. അപ്പോൾ ഈ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടറിൻ്റെ സിനിമയാണ് ഇത് എന്ന് പറയുമ്പോൾ. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വിക്രമിനെയാണ് പറയേണ്ടത്. വിക്രമിനെ പറയേണ്ട ആവശ്യമില്ല, അന്യായമുണ്ട്. ആക്ടിങ് ഒക്കെ വേറെ ലെവലാണ്, ഒന്നും പറയണ്ട. ഇതിലെ ആറ്റിറ്റ്യൂഡ് വേറെ ലെവലാണ്. വിക്രമിൻ്റെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും നൈസാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കാണും. കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാത്രി നടക്കുന്ന കഥയാണ്. പക്ഷെ ഒരു രാത്രി മാത്രമല്ല ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു രാത്രി നടക്കുന്ന കഥയുടെ ഇടയിൽ ഇവരുടെ കഴിഞ്ഞ കാലം കൂടി കാണിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഫുള്ളായിട്ട് ഒരു നൈറ്റ് കാണിക്കുന്ന സിനിമയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു നൈറ്റ് നടക്കുന്ന കഥയാണ് കാണിക്കുന്നത്. ഇതിൽ എന്താ പറയുക, വിക്രമിൻ്റെ ഇൻട്രോ, പിന്നെ അതേപോലെ പെട്ടപ്പെട്ട സീനുകളുണ്ട്. ഇപ്പോൾ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, രോമം അങ്ങനെ പൊങ്ങണ ഒരു സീനാണ്. പിന്നെ ഇതിൽ ഡ്രസ്സ് ഊരിയിട്ട് നടന്നു വരുന്ന ഒരു സീനുണ്ട്. ആ സീന് വേറെ ലെവലാണ്. അങ്ങനെ കിട്ടു സീനുകളുണ്ട്. പടം തുടങ്ങി കഴിയണ വരെ ക്ലൈമാക്സിലാണ് നിങ്ങൾക്ക് ഫൈറ്റ് കാണാനായിട്ട് പറ്റുള്ളൂ. അതുവരെ ഫൈറ്റ് ഉണ്ടെങ്കിലും വിക്രമിൻ്റെ ഫൈറ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ സുരാജ് വേറെ ലെവലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 40 റോളായിട്ടുണ്ട്. ഇപ്പോൾ എമ്പുരാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വേറെ ലെവലാണ് സുരാജ്. പിന്നെ ബിജിഎമ്മിനെ കുറിച്ച് പറയാനാണെങ്കിൽ ജി വി പ്രകാശാണ്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്ലൈമാക്സിൽ ഒരു ആളുടെ ഒരു സാധനം ഇട്ടുണ്ട്, വിക്രമിൻ്റെ ഒരു സാധനം ഇട്ടുണ്ട്. നല്ല കഥയുള്ളൊരു സിനിമയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈരാഗ്യം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിപ്പറ്റി നിൽക്കണ കൂട്ടുകാരന്മാർ തമ്മിലുള്ള ഒരു വൈരാഗ്യം കാണിക്കുന്ന ഒരു സിനിമയാണ്. അതിനെ ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എസ് സൂര്യ സൂപ്പറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഓവറായിട്ടല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഓളിയിട്ടിട്ടൊന്നും അഭിനയിച്ചിട്ടില്ല. ആളുടെ മെയിൻ സാധനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓളിടുന്ന ഒരു സാധനമുണ്ട്, അതൊന്നും ഇല്ല. ഭയങ്കര നോർമലായിട്ട് ഇരുന്നിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു സീനുണ്ട്, പോലീസുകാർക്ക് വിവരിച്ച് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വിവരിച്ച് ഇങ്ങനെ ആളുടെ പക ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യണത് ഇങ്ങനെ വിവരിക്കുന്ന ഒരു സാധനമുണ്ട്. അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിങ്ങനെ ഇരുന്ന് ലയിച്ചു പോയി. കാരണം അത്രയും രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിലത്തെ നടി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നടീനെ. പിന്നെ കാസ്റ്റിംഗ് പക്കയാണ്. ഇതിലെല്ലാവരും ആപ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. കറക്റ്റ് നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുടെ കഥ കാണുന്ന ഒരു ഫീല് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇയാളെ ചൂസ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നില്ല. കാരണം എല്ലാതും പക്കായിട്ടാണ് സാധനം ചെയ്തേക്കണത്. കാസ്റ്റിങ്, അതേപോലെ സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി വേറെ ലെവലായിട്ടുണ്ട്. നൈറ്റ് വിഷ്വൽസ് ഇതിൽ കുറേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സൈഡും കൂടി നൈസാണ് പടം. പിന്നെ ക്ലൈമാക്സിൽ ചെറിയായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മളൊരു ഫാൻറ്റസി എന്നുള്ള ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും വലിയ സീനില്ല. KGF വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ പടമാണ്. അത്ര ഹെവി സാധനങ്ങളൊന്നും ചെയ്യണില്ല. പക്ഷേ എന്നാലും ചെറുതായിട്ട് ചില സാധനങ്ങളൊക്കെ ചെയ്യേണ്ടത്. അത് ചിലപ്പോൾ എല്ലാവർക്കും തേച്ചൊന്നും വരില്ല. പക്ഷെ നല്ല പടമാണ്. എന്തായാലും കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. കാരണം മുതലാവും. കുറേ ആൾക്കാരുള്ള തിയേറ്ററിൽ പോയി കാണണം. എന്ന് വെച്ചാൽ വിക്രം ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ട വാറാവും. നൈസ് റോളാണ്, ലുക്ക് നൈസായിട്ടുണ്ട്, മുട്ടണ്ട, അടിപൊളിയുണ്ട്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, സ്പോയിൽ
സ്പോയിലർ അലർട്ടാവും. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തായാലും ലൂസിഫർ അല്ല എമ്പുരാൻ കണ്ടവർ ധൈര്യമായിട്ട് ഇപ്പോൾ ഈ പടം കാണാം. എമ്പുരാൻ കാണുന്നതിന് മുമ്പ് ഈ പടം കണ്ടാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. എന്തായാലും രണ്ടും നല്ല പടങ്ങളാണ്, രണ്ട് ടൈപ്പിലുള്ള പടങ്ങളാണ്. പക്ഷേ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തോ ഇത് ഇഷ്ടപ്പെട്ടു കുറച്ചും കൂടി, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയുള്ളത്. മറ്റൊരു വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നത്.